കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാവുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ തർക്കം രൂക്ഷമാണ്. ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭിന്നതയുണ്ട്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി സീറ്റ് ഉറപ്പിച്ചു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ് എൽദോസിനായി സമ്മർദ്ദം ചെലുത്തിയത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. വൈപ്പിനിൽ മനു ജേക്കബിനാണ് പ്രഥമ പരിഗണന. സിപിഐ വിട്ട നാട്ടിക എംഎൽഎ സി മുകുന്ദനുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. റോഷിപാലും സജോ ദേവസിയും നോബൽ മാരിക്കാരനും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ആദ്യം റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷി, ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും എന്ന നിമിഷം നിൽക്കുമ്പോഴും വിവിധ ജില്ലകളിൽ നേരത്തെ വി.ഡി. സതീശൻ പറവൂരിൽ പോസ്റ്റർ വന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള സമ്മർദ്ദവും ആ നിലയ്ക്കുള്ള പ്രശ്നഭരിതമായ സാഹചര്യവും നിലനിൽക്കുകയാണ് UDF-ൽ, കോൺഗ്രസിൽ പ്രത്യേകിച്ചും. അതും അങ്ങനെയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും പലയിടങ്ങളിലും തർക്കമാണ്. അത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള പല ജില്ലകളിലും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അവകാശവാദവുമായി രംഗത്ത് വന്ന സാഹചര്യമാണ്. അത് തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പരസ്യമായി പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ച് വാമനപുരത്തടക്കം പാലോട് രവിക്കെതിരെ പോസ്റ്റർ, നെടുമങ്ങാട് മീനാഗിൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പുയരുന്നു. ചിറയൻകീഴ് വലിയ രീതിയിൽ നേതാക്കളടക്കം വാർത്താസമ്മേളനം നടത്തി അവിടെ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്നു. കാസർഗോഡ് സമാനമായി. അങ്ങനെ പലയിടങ്ങളിലും കോൺഗ്രസിന് തലവേദനയാകുന്ന സാഹചര്യം ഉണ്ട്. കൊല്ലത്താണെങ്കിൽ അവിടെ ചടയമംഗലം സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ ആ സീറ്റിൽ ആർ ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ അവിടെ റിബൽ സ്ഥാനാർത്ഥി നിർത്താൻ INTUC നേതൃത്വം തീരുമാനിക്കുന്നു. INTUC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖറാണ് അവിടെ മത്സരിക്കാനുള്ള അങ്ങനെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ എതിർപ്പുയരുന്നത്. അതേപോലെ പുനലൂർ സീറ്റ് ഏറ്റെടുക്കണം, അവിടെ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്തിന് മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നു. അങ്ങനെ ഓരോ ജില്ലയിലും ആലപ്പുഴയിലാണെങ്കിൽ A ഷുക്കൂർ പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ M ലിജുവിന് അമ്പലപ്പുഴയിൽ അവസരം നൽകണമെന്ന ആവശ്യമുണ്ട്. അവിടെ G സുധാകരനെ പിന്തുണയ്ക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യമാണ്. ഇനി തിങ്കളാഴ്ചയാണ് ചർച്ചകൾ. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ശരി, ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ നോബൽ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി ഏറെക്കുറെ ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. മുതിർന്ന രണ്ട് നേതാക്കൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ എൽദോസിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്നും അറിയുന്നു. മധു, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രധാനമായും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ശക്തമായി തന്നെ വാദിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഈ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ മനോജ് മുത്തനെ ഒപ്പം ഉല്ലാസ് തോമസ് തുടങ്ങിയ പേരുകളൊക്കെ അവിടെ പരിഗണിച്ചിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരായ കേസുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, കത്തോലിക്ക സഭയും അവിടെ മനോജ് മുത്തയ്യന് വേണ്ടി രംഗത്തേക്ക് ഉണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പ് സമവാക്യം, അതോടൊപ്പം തന്നെ അത്തരത്തിൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെ പ്രത്യേക താല്പര്യം എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി തന്നെ അവിടെ മത്സരിക്കും എന്ന തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും നേതൃത്വം എത്തിയത്. സീറ്റിലായിരുന്നെങ്കിൽ മറ്റ് കടുത്ത നിലപാടുകൾ എൽദോസ് കുന്നപ്പള്ളി സ്വീകരിക്കുമോ എന്ന ആശങ്കയും ആ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും എൽദോസ് കുന്നപ്പള്ളി തന്നെ ഇപ്പോൾ അവിടെ മത്സരിക്കും എന്ന് ഉറപ്പായതോടെ 20 സിറ്റിംഗ് മണ്ഡലങ്ങളിലും MLA-മാർ തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇനി പാലക്കാട്, തൃപ്പൂണിത്തുറ എന്നീ 2 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് സിറ്റിംഗ് മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തിങ്കളാഴ്ച വീണ്ടും യോഗം ചേരും. അതോടൊപ്പം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി ചൊവ്വാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച വരും ദിവസങ്ങളിൽ തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണം നീക്കമാണ് നടക്കുന്നത്. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ച പോലെ തന്നെ പലയിടത്തും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് മറ്റൊരു പ്രതിസന്ധിയായി ഇപ്പോൾ എന്താണ് നേതൃത്വത്തിന് മുന്നിൽ ഒരു വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യുന്നത്. മാധു, ശരി, സജോ ദേവസി കൂടി നമ്മളോടൊപ്പമുണ്ട്. സജോ, ദീപ്തി മേരി വർഗീസ്, മുഹമ്മദ് ഷിയാസ്, നമുക്കറിയാവുന്നതാണ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തിയപ്പോൾ കിട്ടിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ എന്ന് കഴിഞ്ഞ ദിവസം ദീപ്തി മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മുഹമ്മദ് ഷിയാസ് ഒരു സ്വാഭാവിക ചോയ്സ് എന്ന നിലയ്ക്ക് ഉയർന്നു വരുന്നു. ഒരു പ്രശ്നഭരിതമായ സാഹചര്യമുണ്ട്. ആർക്കൊപ്പം നിൽക്കും പാർട്ടി? തീരുമാനം എന്തായിരിക്കും? മാധു, ഇക്കാര്യത്തിൽ നേതാക്കളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി ഉഴലുകയാണ് യഥാർത്ഥത്തിൽ കൊച്ചിയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ എറണാകുളത്തെ കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. മുഹമ്മദ് ഷിയാസിന് ക്ലെയിം ഉണ്ട്. അദ്ദേഹം DCC അധ്യക്ഷനാണ്. വി.ഡി. സതീശന് പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തിന് അർഹതയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ എവിടെ പരിഗണിക്കും? കൊച്ചിയിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങളാണ്. ധാരാളം നേതാക്കൾ കൊച്ചിയിൽ തന്നെ അവകാശവാദം ഉന്നയിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സാമുദായിക സമവാക്യം സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട്. ഒപ്പം ദീപ്തിയെ സംബന്ധിച്ച് ദീപ്തിയെയും പരിഗണിക്കേണ്ടതുണ്ട്. മേയർ സ്ഥാനത്തേക്കടക്കം
അവർ പരിഗണിക്കപ്പെട്ടിരുന്നു, പിന്നീട് ഒഴിവാക്കപ്പെട്ടു. ആ ഘട്ടത്തിലടക്കം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അവരും പ്രവർത്തിച്ചു വന്ന ദീർഘകാല പാരമ്പര്യമുള്ള നേതാവാണ്. അപ്പോൾ ഇതിൽ ആരെ പരിഗണിക്കും എന്നതൊരു സുപ്രധാന ചോദ്യമാണ്. സാമുദായിക സമവാക്യം എന്നതൊരു മറ്റൊരു പ്രശ്നമായി അവിടെ നിൽക്കുന്നു. അതോടൊപ്പം വൈപ്പിലും ക്ലെയിം ഉന്നയിച്ച് പല നേതാക്കളും ഉണ്ട് എന്നതാണ്. ടോണി ചെമ്മണി അടക്കമുള്ള നേതാക്കൾ, അജയ് തറയിൽ ഒക്കെ വൈപ്പിനെ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ചതാണ്. അവരും അർഹത കുറഞ്ഞ നേതാക്കളല്ല, പക്ഷേ ആരെ പരിഗണിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ AL ജേക്കബിന്റെ കൊച്ചുമകനും മുൻപ് കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലറുമായിരുന്ന മനു ജേക്കബിന്റെ പേരാണ് ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത്. അതിലും ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തൃപ്പൂണിത്തുറയിലേക്ക് വരികയാണെങ്കിൽ ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കിയത് K ബാബുവിന്റെ പിന്മാറ്റം തന്നെയാണ്, റിട്ടയർമെന്റ് തന്നെയാണ്. പക്ഷേ അവിടെ ദീപക് ജോയുടെ പേരാണ് K ബാബു നിർദ്ദേശിച്ചത് അനൌദ്യോഗികമായി നേതാക്കളോട്. പക്ഷേ ഇപ്പോൾ അമ്പലപ്പുഴയിൽ ലിജുവിന് സീറ്റ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടാൽ, അതായത് G സുധാകരൻ അവിടെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ ലിജുവിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നൊരു സുപ്രധാന ചോദ്യമുണ്ട്. കായംകുളത്തേക്ക് നിർദ്ദേശിച്ചുവെങ്കിലും അത് ലിജുവിന് താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തുറയിലെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നമാണ്. ഏതായാലും കുറേയധികം നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ മറ്റു ചില നേതാക്കൾക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഈ ഒരു ആശയക്കുഴപ്പം, ഇതിൽ എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നൊരു ആശയക്കുഴപ്പമാണ് പ്രധാനമായും എറണാകുളത്തെ കോൺഗ്രസിനെ നയിക്കുന്നത്. വേഗത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. നേതൃബാഹുല്യമുണ്ട്, മണ്ഡലങ്ങൾ പരിമിതമാണ് എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും അതിതീവ്രമായ ചർച്ചകൾ പുരോഗമിക്കുകയുമാണ്.